വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മളിന്ന് SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ ഡേ 6 വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നത്. ഡേ 5 വരെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അത് പഠിച്ചെന്നും വിശ്വസിക്കുന്നു. പഠിച്ചു പോയാൽ അപ്പോൾ നമുക്ക് GK നമുക്ക് കുറച്ചും കൂടി ഗുണകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. CPO എക്സാം കുറച്ചും കൂടി ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഈ സീരീസിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് പ്ലാന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ താലോഫൈറ്റ്? ഉൽവ, ചാര, ക്ലാഡോഫോറ, lichens, vascular plants and pteridophyte, rose, lotus and lichens, nostoc, rose and melon. നമ്മളെ ആൻസർ നോക്കുകയാണെങ്കിൽ ഉലുവ, ചാര, ക്ലാഡോഫോറ ഇതാണ് താലോഫൈറ്റ്സിൽപ്പെട്ട പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താലോഫൈറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ താലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ബോഡി, പക്ഷെ അതിന് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് അങ്ങനെ ഇതില്ല. അതായത് ഒരു പ്ലാൻ ബോഡി ആണെങ്കിലും അതിന് പ്രത്യേകം റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ചിട്ട് അതിന് പറയാൻ പാർട്സുകളില്ല. അതുപോലെ ഇതിന് കോമൺലി ആൽഗെ എന്നാണ് പറയുന്നത്. അതുപോലെ ഉൽവ നോക്കുകയാണെങ്കിൽ അതൊരു ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ആൽഗയാണ്. അതിന് സീ ലെറ്റ്യൂസ് എന്നും കൂടി പറയുന്നുണ്ട്. ഇനി അടുത്ത ചാര നോക്കുകയാണെങ്കിൽ ചാര എന്ന് പറയുന്നത് ചാരോഫൈറ്റ് ഗ്രീൻ ആൽഗയാണ്. അതുപോലെ അതൊരു മൾട്ടി സെല്ലുലാർ ബോഡിയാണ്. പിന്നെ അതിനെ പറയുകയാണെങ്കിൽ അത് ഫ്രഷ് വാട്ടറിലും കണ്ടുവരുന്നുണ്ട്. ഇനി ക്ലാഡോഫോറ എന്ന് പറഞ്ഞത് ഉൽവോഫൈസേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ ക്ലാസ്സിൽപ്പെട്ടൊരു ആൽഗയാണ് ക്ലാഡോഫോറ. അതുപോലെ അത് ഫ്രഷ് വാട്ടറിലും സെലൈൻ വാട്ടറിലും കണ്ടുവരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബോഡിയിൽ കുറേ ന്യൂക്ലിയസും പ്രസൻ്റ് ആയിട്ടുണ്ട്. അതായത് സീനോസൈറ്റിക് ബോഡിയാണ് അതിൻ്റെത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദ സബ് സെക്ഷൻ ഇൻ ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റിക്വയർസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവർജിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്ത്യ ഓഫ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫ്രറ്റേണിറ്റി, ഇൻറ്റഗ്രിറ്റി, ഹാർമണി, ഇക്വാലിറ്റി. ആൻസർ ചെയ്യുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. നമ്മളെ പാർട്ട് 4A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്ത് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. ഈ പാർട്ട് 4A കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4A അതായത് ആർട്ടിക്കിൾ 51 ആഡ് ചെയ്യാനുള്ള ഒരു ശുപാർശ കൊടുത്തത്. ഇനി പാർട്ട് 4A പറയുന്നത് 11 ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. അത് ഡ്യൂട്ടീസ് ഏതെല്ലാം നോക്കിയാൽ, ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. അടുത്ത നോക്കുകയാണെങ്കിൽ, ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയാസ് ദാറ്റ് ഇൻസ്പയർ ദ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, to uphold and protect the sovereignty, unity and integrity of India, to defend the country and render national services when called upon to do so, to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic and religious or sectional diversities, and to renounce practices derogatory to the dignity of women, to value and preserve the rich heritage of the country's composite culture, to protect and improve the natural environment including forests, lakes, rivers and wildlife, and to have compassion for living creatures, to develop scientific temper, humanism and the spirit of inquiry and reform, to safeguard public property and to abjure violence, to strive towards excellence in all the spheres of individual and collective activity, so that the nation constantly rises the higher level of endeavor and achievement, to provide opportunity for education to his child or ward between the age of 6 and 14 years. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്ന 11 ഡ്യൂട്ടീസ് വരുന്നത്. ഇതിൽ തന്നെ ഈ 11ാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ, 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ആഡ് ചെയ്തതാണ് ഈ 11ാമത്തെ ഡ്യൂട്ടി. അതായത് എന്താ, 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് പാരൻസ് എഡ്യൂക്കേഷൻ മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള അതായിരുന്നു 11ാമത് ആഡ് ചെയ്ത ഡ്യൂട്ടി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് റിട്ടൺ ദ ബുക്ക് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? ഓപ്ഷൻസ് RK നാരായൺ, അമിതാവ് ഘോഷ്, സൽമാൻ റുഷ്ദി, അരുന്ധതി റോയ്. നമ്മൾ ആൻസർ എഴുതുന്നത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയുടെ ബുക്കാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇനി അരുന്ധതി റോയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അരുന്ധതി റോയിൻ്റെ ഡെബ്യൂട്ട് നോവലാണ് ഈ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതിൽ അവർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ എന്ത് ചെയ്ത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ
ഒരു കുട്ടിയുടെ ഒരു മനുഷ്യന്റെ ബിഹേവിയറിൽ അവരെ ചുറ്റുപാട് എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെ കുറിച്ചും ഈ നോവലിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ നോവൽ അവർക്ക് 1977 ബുക്കർ പ്രൈസ് നേടാനും ഈ ബുക്ക് എഴുതിയത് കൊണ്ട് സാധിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ which atomic number element of the periodic table is named after Alfred Nobel, the inventor of dynamite and the founder of the Nobel Prize? Options നോക്കുകയാണെങ്കിൽ 102, 100, 105, 108. ആൻസർ വരുവാണെങ്കിൽ 102 ആണ്. 102 ആണ് ആൽഫ്രഡ് നോബലിന്റെ പേര് വെച്ച് നമ്മൾ കൊടുത്ത എലമെന്റ്. ഈ നൊബേലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 102 ആണ്. അതുപോലെ ഇതുവരെ ആയിട്ട് അവർക്ക് 12 ഐസോട്ടോപ്സ് ആണ് നൊബേലിയത്തിന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിലൊരു മോസ്റ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നൊബേലിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 10th ട്രാൻസുരാനിക് എലമെന്റ് ആണ് നൊബേലിയം. പിന്നെ പറയുകയാണെങ്കിൽ അത് ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. അതുപോലെ ഇത് സയന്റിഫിക് റിസർച്ചിന് മാത്രമേ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി ഇൻ അവർ കൺട്രി? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ the judiciary has the power to penalize those who are found guilty of contempt of court. The judges are financially dependent on both the executive and legislature for their salaries and allowances. The constitution prescribes a very difficult procedure for removal of judges. The legislator is not involved in the process of appointment of judges. നമ്മൾ ഓപ്ഷൻസ് നോക്കിയാണെങ്കിൽ ഏതാണ് ഇൻകറക്റ്റ് നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആൻസർ ബി ആണ് ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതായത് ജഡ്ജസ് ആർ ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡിപ്പെൻഡ് അല്ല, ഇൻഡിപെൻഡന്റ് ഓൺ ബോത്ത് ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ ഫോർ ദർ സാലറീസ് ആൻഡ് അലവൻസസ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവായിട്ടും ലെജിസ്ലേറ്റീവും ഗവൺമെൻറ്റുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് വിത്തൗട്ട് ഫിയർ ആൻഡ് ഫേവർ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് വേണ്ടതായ മെഷേഴ്സ് കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വരാന്ത റൈസിന്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് വന്നിട്ടായിരിക്കും നമ്മുടെ ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേസിക് സർക്കിൾസ് പോകും. ബേസിക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ 5 തൊട്ട് 6 വരെയുള്ള കുട്ടികളായിട്ടുള്ള ഗ്രൂപ്പായി ഇരുത്തി അവർക്ക് ബേസിക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഒരു മെന്റർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ഒരു എക്സാം വെച്ച് അത് ക്ലിയർ ചെയ്യുന്നവരെ എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. ഈ എക്സ്ട്രീം സർക്കിൾസിലും 5 6 ആയിട്ടുള്ള കുട്ടികളായിട്ട് ഇരുത്തി അവർക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ഈ മെറ്റീരിയൽസ് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ലെവലായിരിക്കും. അതായത് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ എക്സ്ട്രീം സർക്കിൾസിൽ കൊടുക്കുന്നുണ്ട്. അവിടെ അവർക്ക് മെന്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൂപ്പർ ബാച്ചസ് ഉണ്ട്. സൂപ്പർ ബാച്ചസ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയന്റഡ് ആണ് സൂപ്പർ ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു എക്സാം തുടങ്ങുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 1 മാസത്തിന് മുമ്പായിട്ടായിരിക്കും സൂപ്പർ ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ റിപ്പ് സെക്ഷൻ ഉണ്ട്. റിപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് വെച്ച് അവരുടെ സ്പീഡും കൺസിസ്റ്റൻസിയും കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെ റിപ്പ് സെക്ഷൻ കൊണ്ടുവന്നിട്ട് പിന്നെ മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് പാനൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ മോക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ആ കുട്ടിയുടെ ഫ്ലോസും ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടിയെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് മോക്ക് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വരാന്ത റൈസിന് ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് റെഗുലർ ബാച്ച് മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ വീക്കെൻഡ് ക്ലാസ് ആയിട്ട് സാറ്റർഡേ സൺഡേ ഉണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ കോമൺവെൽത്ത് ഗെയിംസ് ആർ ഓർഗനൈസ്ഡ് ബൈ ഇന്റർനാഷണൽ ഒളിമ്പിക് കൗൺസിൽ, ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ, കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ, ഇന്ത്യൻ ഒളിമ്പിക് കൗൺസിൽ. നമ്മൾ ആൻസർ വരുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഫെഡറേഷൻ എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ തന്നെയാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മൾട്ടി സ്പോർട്സ് ഇവൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ CGF ആണ്. അതുപോലെ തന്നെ ഈ CGFനാണ് ഒരു ഗെയിം എവിടെ ഹോസ്റ്റ് ചെയ്യണം, അതുപോലെ ഇതിൻ്റെ പ്രോഗ്രാം എന്താണ് അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഈ CGFന് തന്നെയാണ്. അതുപോലെ ഇത് ഫസ്റ്റ് ഹെൽഡ് ചെയ്ത് 1930 അതുപോലെ പിന്നീട് ഓരോ 4 വർഷവും കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സോവേർജിൻ സ്റ്റേറ്റ്സ്, അതായത് UK-ലെല്ലാം കോളനീസ് ഫോർമർ കോളനീസ് എല്ലാം അസോസിയേഷൻ ആയിട്ട് വരുന്നതാണ് ഈ കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് മൊണാർക്കാണ്, അതായത് UK-യുടെ ക്വീൻ, അതായത് എലിസബത്ത് II ആണ് ഇതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് കോമൺവെൽത്ത് നേഷൻസ് പറഞ്ഞ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഓഫ്
54 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഈ കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ ആൽക്കലൈൻ മെറ്റൽസ്. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഓൾ ദ ആൽക്കലൈൻ മെറ്റൽസ് ആർ സിൽവറി വൈറ്റ്, സോഫ്റ്റ് ആൻഡ് ലൈറ്റ് മെറ്റൽസ്, or the ionization enthalpies of the alkali metals are considerably low and decrease down the group from group 1 metals are known as alkali metals. All the alkali metals have 2 valence electrons. നമ്മളെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ 4 all the alkali metals have 2 valence electrons ആണ് കറക്റ്റ് ഓപ്ഷൻ. കാരണം ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു വാലൻസ് ഇലക്ട്രോണെ ആൽക്കലി മെറ്റൽസിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 എലമെന്റ്സ് എന്ന് പറയുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഇതെല്ലാം ഗ്രൂപ്പ് 1 എലമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ അത് ആൽക്കലി മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 ആണ്. അതുപോലെ തന്നെ ഈ NS1 ആയതുകൊണ്ട് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ ഓപ്ഷൻ 4 എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അയണൈസേഷൻ എൻതാൽപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ലിഥിയത്തിൽ നിന്ന് സീഷ്യസിലേക്ക് പോകുമ്പം അതിൻ്റെ ഡൗൺ ടു ഗ്രൂപ്പ് ആകുമ്പോൾ അതിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഇനി ആൽക്കലി മെറ്റൽസ് എന്താ സോഫ്റ്റ് ആണ്, സിൽവറി വൈറ്റ് ആണ്. അതുപോലെ അതിൻ്റെ ഡെൻസിറ്റിയും മെൽറ്റിംഗ് പോയിന്റ് പിന്നെ ബോയിലിംഗ് പോയിന്റ് എല്ലാം കുറവാണ് താഴോട്ട് പോകുന്നതിന്. അപ്പോൾ ആ ഓപ്ഷൻ എന്താ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹു എമംഗ് ദ ഫോളോയിങ് ക്രിയേറ്റഡ് ദ ഡാൻസ് ഫോം നെയ്മഡ് ഹൈ ഡാൻസ് ദാറ്റ് ഹി ലേറ്റർ റീച്ച് ക്രിസ്റ്റൻഡ് ആൻഡ് കോൾഡ് ക്രിയേറ്റീവ് ഡാൻസ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ശശധർ ആചാര്യ, ബിർജു മഹാരാജ്, കുൻവർ അമർ, ഉദയ് ശങ്കർ. നമ്മളെ ആൻസർ ഉദയ് ശങ്കർ ആണ്. ഉദയ് ശങ്കർ ആണ് ഹൈ ഡാൻസ് ക്രിയേറ്റ് ചെയ്ത് പിന്നീട് അതിന് എന്താ ക്രിയേറ്റീവ് ഡാൻസ് എന്ന് വിളിച്ചത്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഉദയ് ശങ്കറാണ് ഹൈ ഡാൻസിന് പിന്നീട് ക്രിയേറ്റീവ് ഡാൻസ് ആക്കിയത്. അതുപോലെ ഉദയ് ശങ്കറെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1900 ഡിസംബർ 8 അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ 1977 26 സെപ്റ്റംബറിന് അദ്ദേഹം മരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ഇന്ത്യൻ ഡാൻസറാണ്, അതുപോലെ ഒരു കൊറിയോഗ്രാഫറാണ്. അദ്ദേഹം ഫ്യൂഷൻ സ്റ്റൈൽ ഓഫ് ഡാൻസ് ആണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മോഡേൺ ഡാൻസ് എത്തിക്കാനുള്ള പ്രധാന പങ്കുവഹിച്ചതിൽ ഒരാളാണ് ഉദയ് ശങ്കർ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പ്ലെയർസ് സ്കോർഡ് ദ മാക്സിമം ഗോൾസ് ഇൻ ഹോക്കി അറ്റ് ദ ടോക്കിയോ ഒളിമ്പിക് 2020. ഓപ്ഷൻസ് രൂപീന്ദർ പാൽ സിംഗ്, ഗുർജൻ സിംഗ്, സിമ്രൻജിത് സിംഗ്, ഹർമാൻപ്രീത് സിംഗ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ ഹർമാൻപ്രീത് സിംഗ് ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണ് 2020 ടോക്കിയോയിൽ വെച്ച ഒളിമ്പിക്സിൽ ഇന്ത്യ ജർമ്മനീനെ തോപ്പിച്ച് ബ്രോൺസ് മെഡൽ നേടിയെടുത്തത്. പിന്നെ അത് പറയുകയാണെങ്കിൽ 1920 തൊട്ട് 1980 വരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹോക്കി ടീമായിരുന്നു നല്ലപോലെ കളിച്ചു വരുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് അവർ 8 ഗോൾഡ് മെഡൽ, 1 സിൽവർ, 2 ബ്രോൺസ് ഇത്രയും മെഡലുകളും ബാക്കിയിട്ട് പിന്നെ അവരുടെ പെർഫോമൻസ് പോകെ കുറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ അവർ മെഡൽ വാങ്ങുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. അത് ആ സമയത്ത് അവരുടെ കോച്ച് എന്ന് പറഞ്ഞാൽ ഗ്രഹാം റെയ്ഡും അതുപോലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മൻപ്രീത് സിംഗും ആയിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ആൻഡ് ദർ സിംബൽസ് ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് P, പൊട്ടാസ്യം PO, അയൺ Fe, അയഡിൻ I. നമുക്കറിയാം നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ എലമെന്റ് ഇങ്ങനെയല്ല, പൊട്ടാസ്യത്തിൻ്റെ K എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ സിംബൽ എന്ന് പറഞ്ഞാൽ K ആണ്. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. അതൊരു സിൽവറി വൈറ്റ് മെറ്റൽ. അതുപോലെ അത് മുറിക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകുന്നൊരു മെറ്റലായിരിക്കും. നമ്മളിത് നേരത്തെ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റിൽ പഠിച്ചു. പൊട്ടാസ്യം എന്ന് പറയുന്നത് ആൽക്കലി മെറ്റലാണ്. അത് ഗ്രൂപ്പ് 1 പെടുന്നതാണ്. പിന്നെന്താ അത് ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അത് ഫ്ലേക്കി വൈറ്റ് പൊട്ടാസ്യം പെറോക്സൈഡ് ഫോം ചെയ്യുകയും ചെയ്യും. അതാണ് ഈ 10ാമത്തെ ക്വസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സും ഇന്നും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ട് എല്ലാം കൃത്യമായി റിവൈസ് ചെയ്ത് പഠിച്ചു വന്നാൽ ഇപ്രാവശ്യത്തെ CPOയിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ താങ്ക് യു.